ലോകം സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത ഒരു സൈനിക നീക്കത്തിനാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മരണം വെറും ഒരു മിസൈൽ ആക്രമണമായിരുന്നില്ല. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും രാഷ്ട്രീയ തന്ത്രങ്ങളും ചേർന്ന ഒരു ഹൈടെക് ഓപ്പറേഷനായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരോധിച്ച ഒരു AI സാങ്കേതികവിദ്യ എങ്ങനെയാണ് ഈ വധശിക്ഷ നടപ്പാക്കാൻ സൈന്യത്തെ സഹായിച്ചത്? നമുക്ക് നോക്കാം. ഖമേനിയുടെ കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്തുക എന്നത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും വലിയ വെല്ലുവിളിയായിരുന്നു. ഇതിനായി AI അൽഗോരിതങ്ങൾ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് വിവരങ്ങളാണ് വിശകലനം ചെയ്തത്. ടെഹ്റാനിലെ ട്രാഫിക് ക്യാമറകൾ, സാറ്റലൈറ്റ് ചിത്രങ്ങൾ, സെൻസറുകൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ AI ക്രോസ് ചെക്ക് ചെയ്തു. അദ്ദേഹത്തിൻ്റെ യാത്രാരീതികളും സുരക്ഷാ ക്രമീകരണങ്ങളും പഠിച്ച ശേഷം അദ്ദേഹം എപ്പോൾ എവിടെ ഉണ്ടാകുമെന്ന് AI കൃത്യമായി പ്രവചിച്ചു. മനുഷ്യർക്ക് മാസങ്ങളെടുക്കുന്ന ഈ വിശകലനം AI വെറും നിമിഷങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കി. ഇനിയാണ് കഥയിലെ വില്ലൻ വരുന്നത്. ദൗത്യത്തിന് തൊട്ടുമുമ്പുള്ള വെള്ളിയാഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രമുഖ AI കമ്പനിയായ ആന്ത്രോപിക്കിനെതിരെ രംഗത്ത് വരുന്നത്. അവരുടെ ക്ലോഡ് എന്ന AI മോഡൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അതിൻ്റെ നിർമ്മാതാക്കൾ തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാരാണെന്നും അദ്ദേഹം ആരോപിച്ചു. എല്ലാ സർക്കാർ ഏജൻസികളോടും ആന്ത്രോപിക് സേവനങ്ങൾ ഉടൻ നിർത്താൻ അദ്ദേഹം ഉത്തരവിട്ടു. പ്രതിരോധ വകുപ്പ് ഇതിനെ ഒരു സപ്ലൈ ചെയിൻ റിസ്ക് ആയിട്ടാണ് പ്രഖ്യാപിച്ചത്. ആന്ത്രോപിക് തങ്ങളുടെ സാങ്കേതികവിദ്യ സൈനിക ആവശ്യങ്ങൾക്കായി വിട്ടുകൊടുക്കാൻ ആദ്യം മടിച്ചിരുന്നു. പ്രത്യേകിച്ച് മനുഷ്യൻ്റെ നിയന്ത്രണമില്ലാത്ത ആയുധങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും AI ഉപയോഗിക്കുന്നതിനെ അവർ എതിർത്തു. ഈ നയപരമായ തർക്കമാണ് നിരോധനത്തിലേക്ക് നയിച്ചത്. എന്നാൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിരോധനം വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അമേരിക്കൻ സെൻട്രൽ കമാൻഡായ സെൻകോം ഈ നിയന്ത്രണങ്ങളെ മറികടന്നുകൊണ്ട് ക്ലോഡ് AI ഉപയോഗിച്ചു എന്നാണ്. യുദ്ധഭൂമിയിലെ അടിയന്തര സാഹചര്യത്തിൽ വെച്ച് ഏറ്റവും മികച്ച ടൂൾ എന്ന നിലയിൽ സൈന്യം ഇത് തിരഞ്ഞെടുക്കുകയായിരുന്നു. പ്രസിഡന്റിന്റെ നിരോധന ഭീഷണിക്ക് ആന്ത്രോപിക് വഴങ്ങിയതാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. AI നൽകിയ കൃത്യമായ ലൊക്കേഷൻ വിവരങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ ഏകദേശം 30 മിസൈലുകളാണ് ഖമേനിയുടെ കോമ്പൗണ്ടിലേക്ക് തൊടുത്തത്. ആക്രമണത്തിന് തൊട്ടുമുമ്പ് പ്രദേശം നിശ്ചലമാക്കാൻ പ്രത്യേക ജാമിംഗ് സാങ്കേതികവിദ്യയും ഉപയോഗിച്ചു. രാഷ്ട്രീയ തർക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും അത്യാധുനിക യുദ്ധങ്ങളിൽ AI എത്രത്തോളം അനിവാര്യമായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ സംഭവം. സാങ്കേതികവിദ്യയെ രാഷ്ട്രീയത്തിന് തടയാനാകുമോ? അതോ AI തന്നെയാണോ വരും കാലത്തെ യഥാർത്ഥ ഭരണാധികാരി? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.